വോട്ട് കവർച്ച ആരോപണം ഉന്നയിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് 17-നാണ് ബീഹാറിലെ സസാറാമിൽ നിന്നും 16 ദിവസത്തെ യാത്ര ആരംഭിച്ചത്. മോദിയുടെയും ബിജെപിയുടെയും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമായിട്ടായിരുന്നു ഈ യാത്ര. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള യുദ്ധമാണ് താൻ നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്ര ആരംഭിച്ചത്. 23 ജില്ലകളിലൂടെ 1300 കിലോമീറ്റർ സഞ്ചരിച്ച് മഹാസമ്മേളനത്തോടെ പട്നയിൽ റാലി സമാപിക്കും. ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രചരണമായാണ് കോൺഗ്രസ് യാത്രയെ കണക്കാക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നടത്തിയ ഈ വോട്ടർ അധികാർ യാത്ര അക്ഷരാർത്ഥത്തിൽ ബീഹാറിലെ സാധാരണക്കാരുടെ ജീവിതങ്ങളിലേക്കാണ് കടന്നു ചെന്നത്. വോട്ടർ അധികാർ യാത്രയുടെ സമാപന വേളയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ഹേമന്ത് സോറൻ, അഖിലേഷ് യാദവ്, MA ബേബി ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാക്കൾ അണിനിരന്നു. കേന്ദ്ര സർക്കാരിനെതിരെ വോട്ട് കവർച്ച ആരോപണം ഉയർത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 16 ദിവസമായി നടത്തിവന്ന വോട്ടർ അധികാർ യാത്രയുടെ സമാപന ചടങ്ങിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. വോട്ട് ചോരി എന്നാൽ നമ്മുടെ അവകാശങ്ങൾ, സംവരണം, തൊഴില്, വിദ്യാഭ്യാസം, ജനാധിപത്യം എന്നിവയുടെ മോഷണമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. BJP ജനങ്ങളുടെ റേഷൻ കാർഡും ഭൂമിയും തട്ടിയെടുത്ത് അദാനിക്കും അംബാനിക്കും നൽകുമെന്നും അദ്ദേഹം വിമർശിച്ചു. വോട്ടർ അധികാർ യാത്രയ്ക്ക് ലഭിച്ച പിന്തുണയ്ക്ക് രാഹുൽ ഗാന്ധി നന്ദി പറഞ്ഞു. ആറ്റം ബോംബിനെ കുറിച്ച് BJP കേട്ടിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഞാനത് കാണിച്ചു. ഇപ്പോൾ അതിലും വലുതായി ഒന്നുണ്ട്, ഹൈഡ്രജൻ ബോംബ്. അതിനായി നിങ്ങൾ എല്ലാവരും തയ്യാറായിരിക്കണം. വോട്ട് മോഷണത്തെക്കുറിച്ചുള്ള സത്യം രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടും. ആ ഹൈഡ്രജൻ ബോംബിന് ശേഷം പ്രധാനമന്ത്രി മോദിക്ക് രാജ്യത്തിന് മുന്നിൽ മുഖം കാണിക്കാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ടർ അധികാർ യാത്ര സമാപിക്കുമ്പോൾ ഈ യാത്ര വോട്ട് കള്ളന്മാരെ രാഷ്ട്രീയമായി പാഠം പഠിപ്പിക്കണമെന്ന സന്ദേശം നൽകിയെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ജനാധിപത്യ സംരക്ഷണ യാത്ര ഇന്ത്യയിൽ ഒട്ടാകെ വ്യാപിപ്പിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം പലതും വ്യാജമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതൊന്നും വെളിപ്പെടുത്തുന്നത് മറ്റൊന്നുമാണെന്നും കമ്മീഷന്റെ വിശ്വാസ്യത വീണ്ടെടുക്കണമെന്നും MA ബേബി വ്യക്തമാക്കി. സത്യത്തിൽ എന്തായിരുന്നു ബീഹാറിൽ നടന്നത്? ബീഹാറിൽ നടന്നത് സമാനതകളില്ലാത്ത തിരിമറികളായിരുന്നു. വോട്ട് ചേർക്കലല്ല, വോട്ട് ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത്. സംസ്ഥാനത്ത് മൊത്തം വെട്ടിമാറ്റിയ 65 ലക്ഷം വോട്ടുകളിൽ 16% പട്ന, മധുബനി, കിഴക്കൻ ചമ്പാരൻ ജില്ലകളിൽ നിന്നുള്ളവയാണ്. ആകെ 38 ജില്ലകളുള്ള ബീഹാറിലെ വെറും 3 ജില്ലകളുടെ മാത്രം സ്ഥിതിയാണിത്. ആകെ 243 സീറ്റുകളുള്ള ബീഹാറിൽ 36 സീറ്റുകൾ ഈ 3 ജില്ലകളിലുമായാണ്. വെട്ടിമാറ്റിയിരിക്കുന്നതിൽ 54% സ്ത്രീ വോട്ടുകളാണ്. ഈ വെട്ടിമാറ്റിയ വോട്ടുകളുടെ എണ്ണം തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ ഉണ്ടായ ആകെ ഭൂരിപക്ഷവും. എല്ലാ സ്ഥാനാർത്ഥികൾക്കുമായി 10.5 ലക്ഷം ഭൂരിപക്ഷം കിട്ടിയ 3 ജില്ലകളിൽ അത്ര തന്നെ വോട്ട് വെട്ടിമാറ്റിയിട്ടുണ്ട്. അതുകൂടാതെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെട്ടിമാറ്റിയിരിക്കുന്ന വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം വോട്ടുകളാണ്. ബാക്കിയുള്ളവ ദളിത് വോട്ടുകളും. മഹാരാഷ്ട്രയിൽ ആരോപണം വോട്ട് ചേർക്കലാണെങ്കിൽ ബീഹാറിൽ വോട്ട് ചോർത്തലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്ത 5,71,89,131 വോട്ടാണ്. 4 മാസത്തിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് 6,48,195 വോട്ടും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം 69 ലക്ഷത്തിനും അല്പം മുകളിൽ. NDAക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 2,43,45,345 വോട്ട്. ബീഹാറിൽ വെട്ടിമാറ്റിയിരിക്കുന്നത് സമീപകാലത്ത് വോട്ടർമാരായ ചെറുപ്പക്കാരെയല്ല, 40 വയസ്സിന് മുകളിലുള്ളവരാണ്. വെട്ടിമാറ്റപ്പെട്ടവരിൽ 62%. ഏതാണ്ട് 2 വോട്ടർമാരും 5 മുതൽ 10 വരെ തെരഞ്ഞെടുപ്പുകളിൽ മുൻപ് വോട്ട് ചെയ്തിട്ടുള്ളവരാണ്. സ്ഥിരം താമസക്കാരാണ് എന്ന് മാത്രമല്ല, സ്ഥിരം വോട്ടർമാരുമാണ്. ഇതിലും വിചിത്രമായ ഒരു വിവരം കൂടിയുണ്ട്. വെട്ടിമാറ്റിയ സ്ത്രീ വോട്ടുകളിൽ ഭൂരിപക്ഷത്തിനും കാണിച്ചിരിക്കുന്ന കാരണം താമസം മാറ്റി എന്നാണ്. പുരുഷ വോട്ടുകളിൽ കൂടുതൽ കാണിച്ചിരിക്കുന്ന കാരണം മരിച്ചു എന്നതും. താമസം മാറ്റി എന്ന് കാണിച്ചിരിക്കുന്നവരിൽ ഏറെയും മറ്റു നഗരങ്ങളിലേക്ക് ജോലിക്ക് പോയിരിക്കുന്നവരാണ്. ഇത് ഏതാനും ചില സ്ഥലങ്ങളിലെ കണക്ക് മാത്രമാണ്. കണ്ടെത്താത്തത് വേറെ എത്രയുണ്ടാകും? ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും വോട്ട് മോഷണം അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അവിടെയുള്ള സാധാരണക്കാരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നത് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യവും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ പ്രതിഷേധത്തിനാണ് വോട്ടർ അധികാർ യാത്രയിലൂടെ ബീഹാർ സാക്ഷ്യം വഹിച്ചത്. മാത്രവുമല്ല, ഈ യാത്രയിലൂടെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഇന്ത്യ ഒട്ടാകെ മുഴങ്ങിക്കേട്ടു. നരേന്ദ്രമോദിക്കും NDA സർക്കാരിനും കാത്തിരിക്കുന്ന തിരിച്ചടികളുടെ തുടക്കമാകും വോട്ടർ അധികാർ യാത്രയുടെ വിജയം.